ഹലോ. പിന്നെ ഞാനൊരു ജോബ് വേക്കൻസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, അവിടെ എന്താണ് ജോബ്, നമുക്ക് എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണം, ഏതൊക്കെ വിസയുള്ള ആൾക്കാർ അവിടെ എടുക്കും, എപ്പോഴാണ് ഓപ്പണിംഗ് ആവുന്നത്, എന്താണ് അവിടുത്തെ ജോബ്, അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, സ്റ്റുഡൻസിന് വിസ കിട്ടത്തില്ല. സ്റ്റുഡൻസിന് അവിടെ എടുക്കത്തില്ല. പിന്നെ നമ്മൾ സ്റ്റുഡൻസിനൊക്കെ 2 വർഷത്തെ വിസയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്കൊന്നും അവിടെ കമ്പനിയിൽ ഓൾറെഡി വിസ ഉള്ള ആൾക്കാർ, ഒന്നുമില്ല ഡിപ്പെൻഡൻറ്റ് വിസ അല്ലെങ്കിൽ വർക്ക് വിസ, അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഉള്ളൂ അവരെടുക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ടൈം വരുന്നത് മോർണിംഗ് 7 മണിക്ക് കമ്പനി ഓപ്പണാണ്. രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം ചിലപ്പോൾ ഒരു 3:30 അല്ലെങ്കിൽ 5 മണി. നമ്മൾ ടൈം വരുന്നത് രാവിലെ 7 to 3:30, അതുവരെ നമ്മൾ ടൈം വരുന്നത്. പിന്നെ അവിടെ നിന്ന് ഓവർ ടൈമാണ്. പിന്നെ സാലറി എന്ന് പറയുന്നത് 12.90 നമുക്ക് സാലറി കിട്ടുന്നത്. പിന്നെ ശനിയും ഞായറും നമുക്ക് ലീവാണ്. നമുക്ക് ചിലപ്പോൾ ശനിയാഴ്ച വർക്ക് അധികമാണെങ്കിൽ നമുക്ക് എടുക്കേണ്ടി വരും, ഓവർ ടൈം എടുക്കേണ്ടി വരും. ഓവർ ടൈം എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് മണിക്കൂറിന് 19 പൗണ്ട് വെച്ച് കിട്ടും. അതാണ്. പിന്നെ അത് എന്ത് കമ്പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ ഈ കൊറോണ ഒക്കെ ഉണ്ടാവുന്ന ടൈമിൽ ഒരു ജാക്കറ്റ് ഇട്ടായിരുന്നല്ലോ എല്ലാവരും. അതേപോലെ ഈ സേഫ്റ്റി ആയിട്ട്, അതായത് ഇപ്പോൾ ഒരു കെമിക്കൽ ഫാക്ടറിക്കൊക്കെ ഇറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ജാക്കറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇടുന്ന കമ്പനിയാണ്, അതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. പിന്നെ ഇതിലെന്താ സംഭവിച്ചാൽ ഞാൻ ഇപ്പോഴും പറയാം, വിസ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ജോബ് കിട്ടത്തുള്ളൂ. സ്റ്റുഡൻസിനോ വേറെ ആർക്കോ വിസ അവിടെ കമ്പനി എടുക്കത്തില്ല. ഒന്നത് പറയാൻ കാരണം, 6 മാസം നമുക്ക് ട്രെയിനിങ്ങാണ്. ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ളൂ അവർ നമ്മൾ ജോബൊക്കെ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ എടുക്കത്തുള്ളൂ. കുഴപ്പമില്ല, അത്ര ഹാർഡ് വർക്കൊന്നുമില്ല, സിമ്പിൾ വർക്കാണ്. നമുക്ക് വർക്കൊക്കെ പഠിച്ചെടുക്കാവുന്ന വർക്കുമാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് കെമിക്കലായിട്ടൊന്നും ശ്വസിക്കാനോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല ഇതുമല്ല. നമ്മൾ ഒരുപാട് 10-40 പേര് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. നമ്മൾ മലയാളീസ് ഉണ്ട്. പിന്നെ ലാംഗ്വേജ് കുറച്ച് അറിയണം, ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കുറച്ച് അറിഞ്ഞാൽ മതി. അതൊക്കെ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിസയാണ് ഏറ്റവും, അതായത് വിസ ഉള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒരു ദിവസം ഞാൻ പറയാം, ആ ദിവസം നിങ്ങൾ വന്നാൽ മതി. അവിടെ സൂപ്പർവൈസർ നിങ്ങളെ ഇൻ്റർവ്യൂ കമ്പനിയൊക്കെ കാണിച്ചു തരും. കമ്പനിയൊക്കെ കാണിച്ച് എല്ലാം കണ്ടിട്ട് അവർ എടുക്കത്തുള്ളൂ, അല്ലാണ്ട് അവർ എടുക്കത്തില്ല, ജോബിന് ആരും എടുക്കത്തില്ല. പിന്നെ 6 മാസം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ റിട്ടേൺ പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ തുടരാം. പിന്നെ ഇതിൻ്റെ പോസ്റ്റ് കോഡ് വരുന്നതെന്ന് പറയുന്നത് RH11HS, അതാണ് പോസ്റ്റ് കോഡ് വരുന്നത്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ റെഡ് ഹില്ലായിട്ടാണ് ഈ കമ്പനി വരുന്നത്. റെഡ് ഹില്ലിന് കുറച്ച് ഉള്ളോട്ടാണ്, പക്ഷേ ഈ പോസ്റ്റ് കോഡ് അടിച്ചാൽ മതി. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുക, നല്ലൊരു കമ്പനി ആട്ടോ. ഒരു 2 പേർക്കുള്ള വേക്കൻസി ഉണ്ട് ഏകദേശം. ഇപ്പോൾ 2-3 ചേട്ടന്മാർക്ക് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞതെന്ന് വെച്ചാൽ, സ്റ്റുഡൻസോ വേറെ ആരും വെറുതെ മെസ്സേജ് അയക്കേണ്ട, അവരെടുക്കത്തില്ല. ഡിപ്പെൻഡൻറ്റ് വിസ അല്ലെങ്കിൽ വർക്ക് വിസ. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഈ ജാക്കറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആരെയും താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ, ആരും പുഷ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ ഈ ജോബ് അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാത്ത ഒരാളാണ്. വെറുതെ നമ്മൾ ജോബ് വേക്കൻസി ഉണ്ട് അതുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വേക്കൻസി വന്നപ്പോൾ എന്നോട് അവർ ചോദിച്ചായിരുന്നു ആരെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലവർ എന്താ പറയുക, ഇവിടെ വന്നിട്ട് കുറേ ആൾക്കാർക്ക് ജോബൊന്നും ശരിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്, ആർക്കെങ്കിലും വേണമെങ്കിൽ വരാം. അത്ര ഇങ്ങനത്തെ വിസ ഞാൻ ഇപ്പോൾ തന്നെ പറയാം, സ്റ്റുഡൻറ്റ് പറ്റില്ല, പിന്നെ 2 വർഷത്തെ വിസ ഉള്ളവരൊന്നും പറ്റില്ല. അതായത് 6 മാസം ട്രെയിനിങ് തന്നെ ഉണ്ട്.
പിന്നെ മെയിൻ കാര്യം നമുക്ക് 1 ഇയറിൽ ഒരു കൊല്ലത്തിന് നമുക്ക് ഒരു 24 ദിവസം നമുക്ക് ലീവും കിട്ടും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഓക്കെയാണ്. അപ്പോൾ ആർക്കെങ്കിലും പറ്റിച്ച് നിങ്ങൾ വരിക, എനിക്ക് മെസ്സേജ് അയക്കുക. പേഴ്സണലായിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും മതി, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, പെട്ടെന്ന് അയക്കുക. ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് തന്നെ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പോസ്റ്റ് കോഡും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആകെ ഒരാൾക്ക് 2 ആൾക്കാർക്ക് അവർ എടുക്കത്തുള്ളൂ. ഒരാൾ എന്തായാലും എടുക്കും. അപ്പോൾ ആരിന് താല്പര്യമുള്ളവർ വരിക. പിന്നെ വേറെ കാര്യം പറയാം, കമ്പനി വിസ തരത്തില്ല, ഒരിക്കലും കമ്പനി വിസ തരത്തില്ല. നമ്മൾ ഡിപ്പെൻഡിങ് വിസ ആരോൾക്കും മാത്രമേ ഉള്ളൂ വിസ അവിടെ ജോലി കൊടുക്കത്തുള്ളൂ. പിന്നെ അത്യാവശ്യം നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ആക്റ്റീവൊക്കെ ആയി നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് എടുക്കും. നമ്മൾ മലയാളി എല്ലാവരും ഉണ്ടേനും ഒരു പേടിയില്ല. പറ്റുന്ന ആരുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ.